ശ്രീ സേവ്യർ ചിറ്റിലപ്പള്ളി. സാർ, വടക്കാഞ്ചേരി മണ്ഡലത്തിലുള്ള തൃശ്ശൂർ ഗവൺമെൻറ് ഡെൻ്റൽ കോളേജ് കെട്ടിടം ഗ്രൗണ്ട് ഫ്ലോർ ഉൾപ്പെടെ 5 നിലകളോടുകൂടിയുള്ള സ്ട്രക്ചറൽ ഡിസൈൻ അനുസരിച്ചുള്ളതാണ്. ഗ്രൗണ്ട് ഫ്ലോറിലാണ് പരിമിതികളോടെ ഇപ്പോൾ കോളേജ് പ്രവർത്തിക്കുന്നത്. 2022-23 സാമ്പത്തിക വർഷം 36.72 കോടി രൂപയുടെ ഭരണാനുമതി ലഭ്യമായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൺസൾട്ടൻസിയായി ചുമതലയുള്ള HLL നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. 4.5 കോടി രൂപയാണ് ഇപ്പോൾ ലഭ്യമാക്കിയിട്ടുള്ളത്. നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ കാലാവധി 18 മാസമാണ്. പൂർണ്ണമായ സംഖ്യയിൽ ലഭ്യമാക്കാൻ നടപടികൾ സ്വീകരിക്കണം. 3ഉം 4ഉം നിലകൾ കൂടി നിർമ്മിക്കുന്നതോടുകൂടിയാണ് സ്ട്രക്ചറൽ ഡിസൈൻ അനുസരിച്ച് ദന്തൽ കോളേജിൻ്റെ കെട്ടിടം പൂർത്തിയാക്കുകയുള്ളൂ. അതിന് കൂടുതൽ തുക ലഭ്യമാക്കേണ്ടതുണ്ട്. നിർമ്മാണം ആരംഭിച്ച വനിതാ ഹോസ്റ്റൽ നിർമ്മാണം പൂർത്തിയാക്കാൻ ഭരണാനുമതി ലഭിച്ച പൂർണ്ണമായ സംഖ്യയും ലഭ്യമാക്കണം. ഒരു ബോയ്സ് ഹോസ്റ്റൽ നിർമ്മിക്കുന്നതിനും കോളേജിൻ്റെ ഭാവി വികസനത്തിനുമായി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൻ്റെ സ്ഥലം അനുവദിക്കുകയും ആവശ്യമായ ഫണ്ട് ലഭ്യമാക്കുകയുമാണ്. 3 ജില്ലകളിലെ രോഗികൾക്ക് ആശ്വാസമായിട്ടാണ് തൃശ്ശൂർ ഗവൺമെൻറ് ദന്തൽ കോളേജ് പ്രവർത്തിക്കുന്നത്. ഓറൽ സർജറി വിഭാഗത്തിലെ എല്ലാവിധ സർജറികളും ഈ ആശുപത്രിയിൽ നടക്കുന്നു. പ്രതിദിനം നിരവധി രോഗികളാണ് OPയിലെത്തുന്നത്. ഈവനിംഗ് ക്ലിനിക്ക് ആരംഭിക്കുക, PG കോഴ്സുകൾ അനുവദിക്കുക, സെറാമിക് ലാബ് ആരംഭിക്കുക, സ്വതന്ത്ര HDC രൂപീകരിക്കുന്നതുൾപ്പെടെ തൃശ്ശൂർ ദന്തൽ കോളേജിൻ്റെ സമഗ്രമായ വികസനം സാധ്യമാക്കണമെന്നാണ് ഈ സബ്മിഷനിലൂടെ ഞാൻ ഉന്നയിക്കുന്നത്. ബഹുമാനപ്പെട്ട ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി. സർ, വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ക്യാമ്പസിലാണ് തൃശ്ശൂർ ഗവൺമെൻറ് ഡെൻ്റൽ കോളേജ് ആരംഭിച്ചത്. വിസ്മയകരമായ മാറ്റങ്ങളാണ് തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നത്. 2023-ൽ 26 പദ്ധതികളാണ് സർ പൂർത്തീകരിച്ചത്. 32 കോടി രൂപയുടെ 24 പദ്ധതികൾ പൂർത്തീകരിച്ചിരുന്നു. അതെന്തെല്ലാം എന്നുള്ളത് ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. അതുകൂടാതെ മറ്റൊരു ഒട്ടനേകം പദ്ധതികൾ 26 പദ്ധതികൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. കുറേ വർഷങ്ങളായി കേസായി കിടന്നിരുന്ന ട്രോമ കെയർ സംവിധാനം ഉൾപ്പെടെയുള്ളവ അത് യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ്. അതുപോലെ ഓങ്കോളജി, സർജിക്കൽ ഓങ്കോളജി പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കി. അങ്ങനെ ഒട്ടനേകം കാര്യങ്ങൾ. സർ, ഈ ഡെൻ്റൽ കോളേജിനെ സംബന്ധിച്ച വിഷയത്തിൽ വാസ്തവത്തിൽ അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെയാണ് ഡെൻ്റൽ കോളേജ് പ്രവർത്തനം ആരംഭിച്ചത്. അപ്പോൾ ഇതിനെ തുടർന്ന് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അവിടെ അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 1ാം ഘട്ടം കോളേജ് കെട്ടിട നിർമ്മാണത്തിനായി 19 കോടിയുടെ ഭരണാനുമതി നൽകുകയും പ്രസ്തുത പ്രവൃത്തി കൺസൾട്ടൻസി സ്ഥാപനമായ HLLനെ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. സർ, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ നിർമ്മാണം ആണ് പൂർത്തീകരിച്ചത്. അതിനുശേഷം 27/4/2023 ഗവൺമെൻറ് ഉത്തരവ് പ്രകാരം 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 1-2 നിലകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി 38.57 കോടിയുടെ പുതുക്കിയ ഭരണാനുമതി നൽകി. HLLനെ തന്നെ കൺസൾട്ടൻസി സ്ഥാപനമായി നിശ്ചയിച്ചിട്ട് ഉണ്ടായിരുന്നു. സർ, 2023-24 സാമ്പത്തിക വർഷം ഈ ആവശ്യത്തിലേക്കായി ബഡ്ജറ്റിൽ 4.5 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഈ സാമ്പത്തിക വർഷത്തെ ജോലികൾ പൂർത്തിയാകുമ്പോഴേക്കും ഏകദേശം 11 കോടിയോളം രൂപ ചെലവ് വരുമെന്ന് കൺസൾട്ടൻസി സ്ഥാപനം അനൌദ്യോഗികമായിട്ടാണ് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ നിർമ്മാണ പ്രവർത്തികൾ പ്രാരംഭ ദിശയിലാണ്. ഈ വർഷം അനുവദിച്ച 4.5 കോടി രൂപയിൽ 90 ലക്ഷം രൂപ നിർമ്മാണ ഏജൻസിയായ ഹൈറ്റ്സിന് കൺസൾട്ടൻസി ഫീസ് ഇനത്തിൽ നൽകിയിട്ടുണ്ട്. കൂടാതെ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്ന കോൺട്രാക്ടർ ആദ്യഘട്ടത്തിൽ നൽകേണ്ടുന്ന മൊബിലൈസേഷൻ അഡ്വാൻസായ 2 കോടി രൂപ അനുവദിക്കുന്നതിനുള്ള പ്രപ്പോസൽ സർക്കാരിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതിലും നടപടികൾ ഉണ്ടാവുകയാണ്. അതോടൊപ്പം കോൺട്രാക്ടർ സമർപ്പിച്ച ബില്ലിന്മേൽ നിർമ്മാണ ഏജൻസിയും ടെക്നിക്കൽ കമ്മിറ്റി ഫോർ DME വർക്ക്സും ശുപാർശ ചെയ്ത 19,28,000 രൂപ അനുവദിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ DME തലത്തിൽ പരിശോധിക്കപ്പെടുന്നുണ്ട്. ഈ തുകയെല്ലാം അനുവദിച്ചു കഴിഞ്ഞാലും ഈ വർഷം തൃശ്ശൂർ ഡെൻ്റൽ കോളേജ് നിർമ്മാണത്തിനായി 4.5 ലക്ഷം രൂപയിൽ 4.5 കോടിയിൽ 1.40 കോടി രൂപ ബാക്കി വരുന്നതാണ്. ഈ സാമ്പത്തിക വർഷത്തേക്ക് നിലവിലെ ആവശ്യങ്ങൾക്ക് ഈ തുക മതിയാകുമെന്നുള്ളതാണ് കരുതുന്നത്. അടുത്ത സാമ്പത്തിക വർഷം ആവശ്യമായ തുകകൾ ലഭ്യമാകുന്ന മുറയ്ക്ക് കോളേജിന്റെ കെട്ടിട നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്ലാൻ പ്രപ്പോസലിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ പുരോഗമിക്കുന്ന 1ഉം 2ഉം നിലകളുടെ നിർമ്മാണം പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് 3ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതാണ്. സർ, ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെയാണ് എന്നുള്ളത് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നല്ലോ. ഇപ്പോൾ വനിതാ ഹോസ്റ്റൽ കെട്ടിട നിർമ്മാണത്തിന് ഭരണാനുമതി ലഭിച്ച 1ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ 22/10/2022 ആരംഭിച്ചത്. പ്രസ്തുത ജോലികൾ പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. 4/8/2023 സർക്കാർ ഉത്തരവ് പ്രകാരം വനിതാ ഹോസ്റ്റൽ 2ാം ഘട്ട കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിനായി 11 കോടി രൂപയുടെ സമഗ്ര ഭരണാനുമതി നൽകിയിട്ടുണ്ട്. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ പദ്ധതികളിൽ നിന്നും ഈ ആവശ്യത്തിലേക്ക് ആവശ്യമായ തുക റീ അപ്രോപ്രിയേഷൻ മുഖേന കണ്ടെത്തുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ പദ്ധതികളിൽ സേവിങ്സ് കണ്ടെത്തി പ്രസ്തുത പദ്ധതിക്കായി തുക കണ്ടെത്തുന്നതിന് തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നുമുണ്ട്. സർ, നിലവിൽ മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ ഡെന്റൽ കോളേജിനും വനിതാ ഹോസ്റ്റലിനുമായി 5 ഏക്കർ സ്ഥലമാണ് അനുവദിച്ചിട്ടുള്ളത്. കോളേജ് കെട്ടിടവും വനിതാ ഹോസ്റ്റലും പൂർത്തിയാകും
പൂർത്തിയാകുന്നതോടുകൂടി അനുവദിക്കപ്പെട്ട സ്ഥലം ഏറെക്കുറെ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തി തീരുന്നതിനാൽ ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സൂചിപ്പിച്ച ബോയ്സ് ഹോസ്റ്റൽ നിർമ്മാണത്തിനായി അധിക സ്ഥലം മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ നിന്ന് അനുവദിക്കുന്ന കാര്യം തീർച്ചയായിട്ടും പരിശോധിക്കുന്നതാണ്. 2022 ദന്തൽ കോളേജിൽ 86,223 പേരും 23 കഴിഞ്ഞ വർഷം 97,374 പേരും ഒ പിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അതോടൊപ്പം സർ, നമ്മൾ ഈ ലോക കേരള സഭയിലൊക്കെ നിരന്തരം ഉന്നയിക്കപ്പെടുന്ന ഒരു ആവശ്യം വിദേശത്തുള്ള നമ്മുടെ മലയാളികൾക്ക് അവിടെ വളരെ എക്സ്പെൻസീവ് ആകയാൽ നമ്മുടെ ദന്തൽ കോളേജുകളിൽ ചികിത്സ തേടി പോകുന്നതിനുള്ള സംവിധാനം ഉണ്ടാകണമെന്നുള്ളതാണ്. അതിനനുസരിച്ചിട്ടുള്ള ക്രമീകരണങ്ങൾ ദന്തൽ കോളേജുകളിൽ നമ്മൾ വരുത്തുകയാണ്. തൃശൂർ മെഡിക്കൽ കോളേജിലും അതിനനുസരിച്ചിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് സർ.